ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചു ഇസ്രയേൽ. അതിർത്തി കടന്ന് സൈന്യം ലെബനനിലെത്തി. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഇറാൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലേക്ക് എത്തുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, അങ്ങനെ ദിവസങ്ങളായി നീണ്ട വ്യോമാക്രമണം അത് കരയുദ്ധത്തിലേക്ക് മാറുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ വർദ്ധിക്കുകയാണ്. നമ്മളൊക്കെ ഭയന്നതുപോലെ ഈ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിർത്തി കടന്ന് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഈ പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ കരയുദ്ധത്തിലൂടെ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് അവരുടെ സേന പറയുന്നത്. അതേസമയം ഈ ഇസ്രായേലിന്റെ നീക്കം പ്രതിരോധിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഹിസ്ബുള്ള കേന്ദ്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം ഒരു പ്രത്യേക ഏരിയ ക്ലോസ്ഡ് മിലിറ്ററി സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്തു നിന്നൊക്കെ റോക്കറ്റുകളുടെയും അതുപോലെ ഹെലികോപ്റ്ററുകളുടെയൊക്കെ ശബ്ദം കേട്ടതായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഈ റിപ്പോർട്ടിങ്ങുകളും വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ വടക്ക് ഭാഗത്ത് കുറച്ച് നാളായിട്ട് ഭീഷണി ഉയർത്തുന്ന ഈ തെക്കൻ ലെബനന്റെ അതിർത്തി ഗ്രാമങ്ങളിലെ ചില ഹിസ്ബുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇവയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇസ്രായേൽ സേന ഔദ്യോഗികമായിട്ട് ഇതിനോട് പറഞ്ഞിരിക്കുന്നത്. വ്യോമസേനയുടെ സഹായത്തോടെ ആയിരിക്കും ഈ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ആയിരിക്കും സൈനിക നീക്കം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സേന നൽകുന്നത്. അതേസമയം ബെയ്റൂട്ടിലും അതുപോലെ തെക്കൻ ലെബനിലും ഒക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 95 പേരാണ് കൊല്ലപ്പെട്ടത്. 172 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം ഈ സംഘർഷാവസ്ഥ വളരുന്ന ഈ അവസ്ഥയിൽ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നിരവധി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഇറാൻ കൂടി ഭാഗമാകുമോ, നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ എത്തുമോ എന്നതാണ് അമേരിക്കയും ഉറ്റുനോക്കുന്നത്. ഏതായാലും ബെയ്റൂത്തിനടക്കം കനത്ത ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത്. ലെബനനിൽ നിന്ന് കൂട്ടപ്പലായനം അങ്ങനെ തുടരുകയാണ്.